ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേര് വേറെ ഉണ്ട്. വിനി ഉണ്ട്, ചേച്ചിയുടെ പേര് എന്തായിരുന്നു? റീന ചേച്ചിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എവിടെ പോവാണ് എന്നുള്ളതാണല്ലോ ചോദ്യം അല്ലേ. ഇന്ന് സൂത്രവാക്യം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി റിലീസാണ്. അപ്പോൾ സൂത്രവാക്യത്തിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടി പോകാനുള്ള ഒരു റെഡിയാവൽ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. ആൻഡ് ദെൻ ഇന്നത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രൊമോഷന് പോയപ്പോൾ ഫുൾ സൽവാറൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഫോമൽ ലുക്കാണ് പിടിച്ചിരിക്കുന്നത്. ബേസിക്കലി ഇതിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെ ഞാൻ നോക്കിയിട്ട് ഫുൾ ഓൺ ഷിഫ്റ്റിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കോസ്റ്റ്യൂം ട്രയലിൽ പോകാൻ ഞാൻ മറന്നുപോയി. ഇന്നൊരു സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പഴയ ഡ്രസ്സുകളുടെയൊക്കെ ഇടയിൽ നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് പിന്നെ എപ്പോഴും സേഫ് ആണല്ലോ. അപ്പം അങ്ങനെ ബ്ലാക്കും എടുത്ത് ഒരു ഷർട്ടും പാൻറ്റുമാണ് ഇന്നത്തെ എൻ്റെ ഒരു ലുക്ക്. അങ്ങനെയാണ് ഞാൻ എങ്ങനെ റെഡി ആവും എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഇതാ വരുന്നു വിനി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു, വിനി എന്ന് പറഞ്ഞ് വിളിച്ചത്. ഇവിടെയാണ് വിനിയുടെ വീട്. അപ്പൊ വിനി ഓടിയെത്തി. അപ്പൊ അങ്ങനെയാണ് ഇന്ന് ഞങ്ങളൊരു ഇതിപ്പോ നമ്മൾ എന്താ വിനി ചെയ്യാൻ പോകുന്നത്? ഹെയർ മെസ്സി പോണി ടൈലർ പോലെ പിടിക്കല്ലേ? കാരണം നമ്മുടെ ഡ്രസ്സിനും അതായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ട് ആകുന്നത്. ഓക്കെ, ഫോർമൽ ആയിട്ടുള്ളത്. പിന്നെ കുറച്ചധികം നേരം അതേ നിക്കുന്നതൊക്കെ പോവില്ലല്ലോ അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? ഇന്ന് വിനി വരുന്നില്ല കൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മേക്കപ്പും ഒട്ടിച്ചൊക്കെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വരെ. അല്ലെങ്കിൽ രാവിലെ നല്ല ഫ്രഷ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും. അപ്പൊ നല്ല രസമുണ്ട്. ഒരു അധികം ചൂടടിക്കാതിരിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഒരുപാട് ഇങ്ങനെ ചൂടടിക്കുമ്പോഴേ പ്രൊമോഷൻസ് ആണ്, ദൈവത്തിനറിയാം. പിന്നെ നമ്മൾ അങ്ങനെ ഒരു അത്രയും പുട്ടപ്പ് ചെയ്ത ഒരു മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ലൈറ്റ് മേക്കപ്പ് അല്ല ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ട് പിന്നെ നമുക്ക് അതിനധികം ലോങ് ലാസ്റ്റ് ചെയ്യും. കാരണം ഹെവി ആവുമ്പോഴാണ്. പിന്നെ ജന്മനാ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ബ്യൂട്ടീഷ്യന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ ഒന്നും പോവാറില്ല. നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യാനാണ്, അത് നമുക്കൊന്നും പറയാനില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്റെ ഈ പൊക്കിയുടെ ടെൻഷനായി വരുന്നത്. ആദ്യമായിട്ടാണ് വിനി ഇന്ന് മേക്കപ്പ് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ചേച്ചിയും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എന്റെ ഈ വെള്ളിയടിയൊക്കെ കേട്ട് കിളി പോവാൻ സാധ്യതയുണ്ട്. ചേച്ചി നന്നായിട്ടുണ്ടല്ലേ? എനിക്ക് ഹെയറും മേക്കപ്പും ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഒരു ഞാൻ ഇന്നലെ രാത്രി ഫുള്ളിരുന്നിങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെ സ്റ്റൈലൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കാരണം അതൊന്നും ചെയ്യരുത്, നമുക്ക് ഡിഫറെന്റ് ആയിട്ട് പിടിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഫുൾ ഓൾമോസ്റ്റ് എല്ലാം സ്ലീക്കാ കണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കണം. പക്ഷെ നല്ല രസമുണ്ട്. ഫേസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഹെയറും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സാധാരണ ഇങ്ങനെ അത്ര പെട്ടെന്ന് ഹെയർ പിടിക്കാറില്ല. നോർമൽ ഇങ്ങനെ ഓപ്പൺ ഹെയർ അല്ലെങ്കിൽ എന്തെങ്കിലും വേവ്സ് അങ്ങനെയാണല്ലോ കാണുന്നത്. പിന്നെ സ്ലീക്ക് കൂടുതൽ. ഞാൻ ഡ്രസ് ഇട്ടിട്ട് തരാം. അങ്ങനെ കുറച്ചും കൂടെ ഒരു വേറെ കളർ കൊടുക്കാം അല്ലേ? കുറച്ച് ഡള്ളായി അല്ലേ? അല്ല, പെട്ടെന്ന് ലിപ്സ്റ്റിക്കിന് ടെൻഷനിലായിപ്പോയി. ഞാനും ഭഗീരയൊന്നും ഒരേപോലെയാണ്. എന്താ ഇത് ഇറക്കാവുന്നുണ്ടോ? ഈ ഷെയ്ഡ് കുഴപ്പമില്ല. കുറച്ചുകൂടെ മറ്റേനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന്. അത് വേറെ എന്തെങ്കിലും ഷെയ്ഡ് വേണോ? ഒരുപാട് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന വേണ്ട. മറ്റേനെക്കാട്ടി കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്. നല്ലതല്ലേ? മതിയോ? ചേച്ചി നോക്കി. ചേച്ചിമാരെ നോക്കൂ. ഓക്കെ ആണ്. മതിയോ? കുറച്ചുകൂടെ ബ്രൈറ്റ് ആവണ്ട. നേരത്തെ കാട്ടി കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്.
യെസ്, ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് മടക്കണോ അതോ തിരിയണോ? ഷൂസ് എന്താ ഇടുക? ഷൂസ് ഇടണോ അതോ സ്ലിപ്പർ ഇട്ടാൽ മതി? ലൈക്ക് ചപ്പൽ ഇട്ടാൽ മതിയോ? ഒരു പിന്നെ ഹാഫ് ഷൂ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഉണ്ടോ? നല്ലതായിരിക്കും. മോളിൽ പോയിട്ട് അമ്മ അടുത്ത് എടുക്കണം. ഇത് മടക്കണോ? വേണ്ട, മടക്കണ്ട. ഇതാ നല്ല. ഓക്കെ, ഫ്രീ ആയിട്ട് മോളിൽ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഒരു കണ്ണിൽ ലെൻസ് വെക്കണം. ഒന്ന് പിടിച്ചേ, കുറച്ച് നേരത്തേക്ക് പിടിച്ചേ. ഇത് ഹെൽപ്പ് ചെയ്യാവുന്നുണ്ട്. പിടിച്ചേ. എങ്ങനെയാണ് സ്വന്തമായിട്ട് വെക്കോ? അത് ഞാൻ വെച്ചുതരാം. ഞാൻ വെച്ചു തരാമെന്നൊക്കെ. ഇതിപ്പോൾ ഏതാ? ഇതൊന്നും ആരും കാണാൻ, ഞാൻ എനിക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന എൻ്റെതായ പ്രത്യേകതരം ടെക്നിക്സ് ആണ്. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ധൃതി പിടിച്ചുള്ള മേക്കപ്പും പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുക്കുണ്ട്, പിന്നെ വിഷ്ണു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൻ്റെ വേയാണ് കോട്ടയത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ലേറ്റ് ആയി, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടല്ലോ ഈ ഫ്രെയിം കുറുകി. അതുകൊണ്ട് തന്നെ കുറച്ച് പറന്നാണ് പോകുന്നത്. അപ്പൊ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. രാവിലെ റെഡി ആയപ്പോൾ വിചാരിച്ചു നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാവുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഗുഡ് മോർണിംഗ് എവരിബഡി. ബൈ.